സുബൈദാർ കെ ശശിധരൻ കൂത്തുപറമ്പ് പാലാപ്പറമ്പിലെ ഫുട്ബോളിനെ പ്രണയിച്ച ശശിയേട്ടനെ അറിയാത്തവരായി നാട്ടിൽ ആരും ഉണ്ടാകില്ല. കുട്ടിക്കാലം മുതൽ ബൂട്ട് കെട്ടിയ ശശിയേട്ടൻ 3 സന്തോഷ് ട്രോഫിയും കളിച്ച മത്സര വീര്യമുണ്ട്. ഇത്തവണത്തെ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കാണുന്ന ആവേശത്തിലാണ് അദ്ദേഹം ഇപ്പോൾ. ആര് കപ്പടിക്കും എന്ന പ്രവചനവും നടത്തിക്കഴിഞ്ഞു. കളിക്കളത്തിലെ ഫോർവേഡുകാരനായ കൂത്തുപറമ്പിലെ ശശിയേട്ടൻ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ ഹണ്ടേഴ്സ് ക്ലബിന് വേണ്ടി ബൂട്ടണിഞ്ഞു തുടങ്ങിയതാണ്. ബാംഗ്ലൂരിലെ പ്രമുഖ ഗ്രൂപ്പായ ബാംഗ്ലൂർ മദ്രാസ് എഞ്ചിനീയറിംഗ് ടീമിനൊപ്പം 15 വർഷമാണ് കളിച്ചത്. കേരളം വിട്ട ശശിയേട്ടൻ പിന്നീട് കർണാടകയുടെ സ്റ്റാറായി മാറി. ജൂനിയർ സ്റ്റേറ്റ്, സീനിയർ സ്റ്റേറ്റ് സർവീസസിന് വേണ്ടി ഒരു സന്തോഷ് ട്രോഫിയും പിന്നീട് 2 തവണ കർണാടക സ്റ്റേറ്റിന് വേണ്ടി സന്തോഷ് ട്രോഫിയുടെയും ഭാഗമായി. പട്ടാളത്തിലേക്കുള്ള സെലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ആർമിക്ക് വേണ്ടി നിരവധി സംസ്ഥാനങ്ങളിൽ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി. പ്രായം 70 കഴിഞ്ഞെങ്കിലും ഫുട്ബോൾ ആവേശത്തിന് ഇപ്പോഴും യൗവനമാണ്. ചെറുപ്പം മുതലേ ഫുട്ബോളിനെ പ്രണയിച്ച ശശിയേട്ടന് ഇപ്പോഴത്തെ ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നോക്കാം. ആരായിരിക്കും ജയിക്കുക? എന്റെ ഇതില് ജയിക്കാൻ ചാൻസ് ഇംഗ്ലണ്ടാണ്. എന്റെ ഇതില് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ സ്പെയിന്, ഇത് 2 ഇതിലാണ് ചാൻസ്. എന്തുകൊണ്ടാണ്? എല്ലാം നല്ല നല്ല കളിച്ചിട്ടുള്ള ഇതുള്ള പഴക്കമുള്ള പാർട്ടികളാണ് എല്ലാ ഇതിലും ടീമില്. അതാണ് ഒന്നാമത്. ശശിയേട്ടന്റെ ഇഷ്ട ടീം ഹോളണ്ടാണ്. എന്തുകൊണ്ടാണ് ഹോളണ്ടിനോട് ഒരു പ്രണയം? ഹോളണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടേ ചെറുപ്പത്തിലെ ഒരു ഗുടി കിള്ളറ്റുള്ളത് കാരണം അവരെ കളി കണ്ടിട്ട് ഞാൻ കുറച്ച് ഇത് ഇഷ്ടപ്പെട്ടത്. ഫോർവേഡ് കളിക്കുന്ന പുള്ളിക്കാരൻ, അതുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ടീമാണ്. പിന്നെ നമ്മളെ ക്ലബിന്റെ കളറും അതാണ്. നമ്മൾ അണ്ടേഴ്സ് കൂത്തുപറമ്പ് അണ്ടേഴ്സിന്റെ അതേ കളറായിരുന്നു, ബ്ലാക്കും ഈ ഇതും ഓറഞ്ചും. ഒരുപാട് ആരാധകരുള്ളത് അർജന്റീന, ഫ്രാൻസ് ഒക്കെയാണ്. എംബപ്പെ ആയാലും മെസ്സിനെ ആയാലും ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവരിലേക്ക് ജയിക്കുമെന്നൊരു തോന്നലില്ലാത്തത്? പക്ഷെ ഇവരെല്ലാം ഇപ്പം പിന്നെ എംബാപ്പെ നല്ല കളിക്കുന്നുണ്ട്. എംബാപ്പേനെ വെച്ചിട്ടാണ് ആ ടീം ജയിക്കുന്നത്. എംബാപ്പേന്റെ ഷൂട്ടിങ്ങും ഇതും നല്ല കളിയാണ്. അതേമാതിരി മെസ്സി, അർജന്റീന മെസ്സിയും നല്ല കളി കളിക്കുന്നുണ്ട്. ഇവർ 2 വെച്ചിട്ടാണ് ടീം ജയിക്കുന്നത്. പക്ഷെ ഇപ്പുറത്ത് സ്പെയിനും അതോടെ നല്ല ടീമാണ്, യങ്സ്റ്റേഴ്സ് ആണ്. അതിൽ നല്ല ഹാരി കെയ്ൻ എന്ന് പറഞ്ഞാൽ അവന് നല്ല ഫോർവേഡ്. അതുമാതിരി തന്നെയാണ് എംബാപ്പെ, മെസ്സി അതേമാതിരിയാണ്. പക്ഷെ ഇതിൽ കുറച്ച് മുൻതൂക്കം മെസ്സിക്കാണ്. ഒരുപാട് ആരാധകരുള്ള പോർച്ചുഗലിൽ പോയി, ബ്രസീലിൽ പോയി, ഇനിയുള്ള ഈ 4 ടീമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? 4 ടീമിലും 4 നല്ല ടീമാണ്. 4 നല്ല ടഗോബാറുള്ള ടീം. ഇതിപ്പോ കഴിഞ്ഞ മാച്ചിലെല്ലാം ലാസ്റ്റ് ഡെഡ് മിനിറ്റിലാണ് സ്കോർ ചെയ്യുന്നത്. അതുമാതിരി ഉണ്ടാകുക. ഡെഡ് മിനിറ്റില് എക്സ്ട്രാ ടൈമിലെല്ലാം പിന്നെ ഡെഡ് മിനിറ്റിൽ 2 മിനിറ്റ് 1 മിനിറ്റിൽ സ്കോർ ചെയ്യുന്ന പിന്നെ അവർക്ക് തിരിച്ച് ഗോൾ അടിക്കാൻ പറ്റുന്നില്ല. അതാണ് ഒന്നാമത് എല്ലാ ടീമിനും പറ്റുന്നത്. ലാസ്റ്റ് ടൈ ബ്രേക്കർ വെച്ചിട്ട് ടീം ജയിക്കുന്നത്. പക്ഷെ ഇതുമായി തന്നെ ഉണ്ടാകുക ലാസ്റ്റ്. പക്ഷെ എൻ്റെ ഇതിലെന്ന് പറഞ്ഞാല് സ്പെയിനും വരികയാണ്, ഇംഗ്ലണ്ടുമാണ് വരാൻ ചാൻസ്. ഫൈനലിൽ ഏറ്റുമുട്ടുക. പ്രധാനപ്പെട്ട ടീമുകളാണ് അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ. ഈ 3 ടീമിൽ നിന്നും ഏറ്റവും പ്രഗത്ഭരായ 3 പേരാണ് വിരമിക്കുന്നത്: മെസ്സി, റൊണാൾഡോ, നെയ്മർ. അപ്പം അവര് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പം മെസ്സി എന്ന് പറഞ്ഞാല് ആ ടീമിന്റെ മെയിൻ ഇതാണ്, കീ ആണ് മെസ്സി പോയി കഴിഞ്ഞാൽ അർജന്റീനക്ക് ഇനി ഒരു 4 വർഷം കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൂർണമെന്റ് ഉണ്ടാകുക. ഈ ടീമിനെ സെറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇപ്പം കുറച്ച് അൽവാരാസ് അങ്ങനെയുള്ള പാർട്ടി വരുന്നുണ്ട്. ഈ മെസ്സിയാണ് എല്ലാ ടീമിനും നയിക്കുന്നത്. മെസ്സിന്റെ ഇതിലാണ് അർജന്റീന മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്തത് ഈ അൽവാരസ് ഇങ്ങനെയുള്ള പാർട്ടി വന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നെയ്മർ കുറെ കളിക്കാത്തത്, അത് ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറെ ഇഞ്ചുറി ആയിട്ട് അങ്ങനെ കുറെ പുറത്ത് നിന്ന് നെയ്മർ ബ്രസീലിന്റെ നല്ലൊരു പ്ലെയറാണ്. നല്ല ഷൂട്ടിങ് ഇതെല്ലാം ടീമിനെ നല്ല സ്കോർ ചെയ്യുന്ന നല്ല ഇതാണ്. ഇപ്പം മെസ്സിന്റെ മാതിരി റൊണാൾഡോ ടീമിന്റെ മെയിൻ. ആ ടീമിനെ ഇതിൽ വേൾഡ് കപ്പിന് കൊണ്ടുവന്നത് റൊണാൾഡോ ആണ്. പോർച്ചുഗലിനെ കൊണ്ടുവന്നത് റൊണാൾഡോ ആണ്. കാരണം ക്വാളിഫൈ ഇതിലെല്ലാം പിന്നെ സ്കോറിങ്ങിലാണ് ഈ പോർച്ചുഗൽ വന്നത്. ഇപ്പം റൊണാൾഡോനെ ആ ടീമിലെ പ്ലേയേഴ്സ് കളിപ്പിക്കാതെ കൊണ്ടാണ് ആ ടീം
ഡൗൺ ആയത്. കുട്ടിക്കാലത്ത് കൂത്തുപറമ്പിന്റെ സ്വന്തം അണ്ടേഴ്സ് ക്ലബിലൂടെയാണ് വളർന്നു വന്നത്. അപ്പം സ്വന്തം ക്ലബിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അണ്ടേഴ്സ് ക്ലബ്ബ് ഇപ്പോൾ നല്ല ഒരു ഇതിൽ പോകുന്നുണ്ട്. ഇപ്പം വണ്ടിയായി മുന്നൻ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആയിരുന്നു, അതിപ്പോൾ 2 കൊല്ലമായി നടത്തുകൊണ്ട് ഇപ്പം നല്ല ഇതിൽ പോയിരിക്കുന്നു. അതേമാതിരി അണ്ടേഴ്സിന്റെ 7th ടീം കണ്ണൂർ ജില്ലയല്ല ഉള്ള കേരളം മുഴുവൻ ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്, നല്ല പേരുള്ള ടീമാണ്. അപ്പൊ ശശിയേട്ടൻ പറയുന്നത് സ്പെയിൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് കപ്പടിക്കുമെന്നാണ്. ആര് കപ്പടിക്കുമെന്നത് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. കൂത്തുപറമ്പ് പാലാപ്പറമ്പിൽ നിന്നും ക്യാമറാമാൻ അനീഷ് കൂത്തുപറമ്പിനൊപ്പം വർഷ ഹരിദാസ്, ന്യൂസ് 8. ഒരു ഫോൺ കോൾ മതി, ജിയോ സാൻ നിങ്ങളെ വീട്ടുമുറ്റത്തെത്തും. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും